ചാരു അവൻ എഴുന്നേറ്റോ? എഴുന്നേറ്റിട്ടില്ല ജീവേട്ടാ. എന്താണാവോ പറ്റിയേ? നീ എന്തായാലും അവൻ എഴുന്നേൽക്കുമ്പോൾ കാര്യം എന്താന്ന് ചോദിക്ക്. രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാണ് ഭദ്ര എഴുന്നേറ്റത്. ഫോണിൽ സമയം നോക്കിയിട്ട് എഴുന്നേൽക്കാൻ നോക്കുമ്പോഴാണ് തന്നെ നോക്കിയിരിക്കുന്ന ചാരുവിനെ ഭദ്രി കാണുന്നത്. എന്താടി ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? രാത്രി വന്ന് മനുഷ്യനെ പേടിപ്പിക്കുവാണോ നീ? അങ്ങനെ തന്നെ കൂട്ടിക്കോ. വന്ന് കയറിയപ്പോൾ തൊട്ടുള്ള കിടത്തോളേ. അതാ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നേ. എന്തേ, തനിക്ക് പിടിച്ചില്ലേ? പിടിച്ചില്ലെങ്കിൽ നീ നോക്കാതൊന്നും ഇരിക്കില്ലല്ലോ. അതെ, ഞാൻ നോക്കും. എൻ്റെ കെട്ടിയോനല്ലേ ഞാൻ നോക്കുന്നത്. ചാരുവിനെ നോക്കിയിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്കിയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. കൈനെയും അവളെയും മാറി മാറി നോക്കിയെങ്കിലും അവൾ കൈവിടാതെ തന്നെ ഇരുന്നു. എന്താടി നിനക്ക് വേണ്ടത്? എനിക്ക് വേണ്ടതേ ഇന്ന് ഇവിടുന്ന് പോയിട്ട് നടന്ന കാര്യങ്ങളൊന്നും അറിയണം. അത് വേണോ? വേണം. ചാരുവിൻ്റെ വാശിക്ക് മുൻപിൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ ബദ്രി പറഞ്ഞു. ഷേ, ഇതിനാണോ ബദ്രി ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? കുറച്ച് ദിവസത്തേക്കല്ലേ നമ്മുടെ പ്ലാനൊക്കെ നടന്നാൽ പിന്നെ അവളുടെ പരിസരത്ത് പോലും പിന്നെ പോവണ്ടല്ലോ. എന്നാലും ചാരു അവളുടെ നോട്ടവും വർത്തമാനവും ഒക്കെ എന്തോ പോലെ. ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് ഓർക്കെ തന്നെ. അത് വിട്ട് കളയും ബദ്രി. ഇപ്പോൾ ഒന്ന് ഉറങ്ങ്. ബാക്കിയൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം. യാഷിൻ്റെ മുറിയിലിരുന്ന് ഡ്രിങ്ക്സ് കുടിക്കുന്ന തിരക്കിലാണ് അരവിന്ദും യാഷിത്തും. എന്താണ് അരവി, നിനക്ക് ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞത്? അതോ, അത് പിന്നെ എൻ്റെ ഒരു കാമുകി, അവളെ അങ്ങ് തീർക്കണം. അതെന്താടോ ഇപ്പം ഇങ്ങനെ? നീ ഒരിക്കലും ഇതുപോലെ ചെയ്യാറില്ലല്ലോ. ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിച്ചല്ലേ പതിവ്? ആവശ്യം കഴിഞ്ഞു, പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയി. എൻ്റെ കൊച്ച് അവളുടെ വയറ്റിലായി. കെട്ടണം പറഞ്ഞ് നടക്കുവാണിപ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങ് തീർത്തേക്കാം. അല്ല, ആളാരാണ്? അവന്തിക. അവന്തിക, ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നിനക്കറിയും യാഷി, ആ ബദ്രിയുടെ പിന്നാലെ നടന്നവൾ തന്നെ എൻ്റെ ലവ്. മനസ്സിലായി. അവള് സുന്ദരിയല്ലേടാ, എന്തിനാ വെറുതെ കൊല്ലുന്നേ? കൊല്ലാൻ താല്പര്യം ഉണ്ടായിട്ടല്ലടാ, മര്യാദക്ക് ഞാൻ പറഞ്ഞതാ ആ കുഞ്ഞിനെ അങ്ങ് കൊന്നു കളയാൻ. എന്നിട്ട് അവൾ കൊടുക്കത്ത സെൻറ്റിമെൻറ്റ്സ്. കുഞ്ഞിനെ കൊല്ലുന്നത് തെറ്റാണ് പോലും. പിന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ള ഫോൺ കോൾ മെസ്സേജ്. ഓർക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നു. അതുകൊണ്ടാണ് അവളെ അങ്ങ് ക്ലോസ് ചെയ്യാൻ നിന്റെ സഹായം ചോദിച്ചത്. എന്നാൽ പിന്നെ അവളെ അങ്ങ് ക്ലോസ് ആക്കാം. അവളോട് നാളെങ്ങ് വരാൻ പറ. ഈ ആവശ്യത്തിനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് അരവിന്ദ് വേഗം തന്നെ അവന്തികയ്ക്ക് നാളെ ഇവിടേക്ക് വരാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചു. പിന്നെയും ഓരോന്ന് പറഞ്ഞിട്ടാണ് അവർ പോയി കിടന്നത്. ബദ്രിക്ക് കൊടുക്കാൻ ചായയും എടുത്ത് അടുക്കളയിൽ നിന്ന് വരുന്ന വഴിയാണ് ജീവ ചാരുവിൻ്റെ അടുത്തേക്ക് വന്നത്. അവൻ എന്തേലും പറഞ്ഞു ചാരു? പറഞ്ഞു ജീവേട്ടാ. എന്ത് ശരിക്കും അവന് പറ്റിയത്? എന്നോട് ചോദിക്കുന്നതിനേക്കാളും നല്ലതേ ലാപ്ടോപ്പിൽ തലയും താഴ്ത്തി റൂമിലിരിക്കുന്ന ബദ്രിയോട് ചോദിക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ അവനോട് തന്നെ ചോദിക്കാം. ചാരുവിൻ്റെ കൂടെ റൂമിലേക്ക് വരുന്ന ജീവയെ കണ്ടതും ബദ്രി വേഗം ലാപ്ടോപ്പ് ബെഡിലേക്ക് നീക്കി വെച്ചു. ബദ്രി, ഡാ, നീ ഇപ്പോൾ ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് അറിയാടാ. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഉത്തരം പറയാം. അവളില്ലേ ആ യാമിനി, അവളോടൊന്നും സംസാരിക്കാൻ കൊള്ളില്ലടാ. അവളുടെ മുന്നിൽ നിൽക്കും തോറും എൻ്റെ ദേഹമൊക്കെ ഇല്ലാതാവുന്നത് പോലെ അതുപോലുള്ള സംസാരമാണ് അവളിൽ നിന്ന് വരുന്നത് പോലും. ഇനി എന്താ നിന്റെ പ്ലാന്? പ്ലാൻ പഴയ തന്നെ. അവരെ തകർക്കണം. അവൾ വിളിക്കും, ആ യാമിനി. അതിനാണിപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടത്. പിന്നെ ജീവ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിരപ്പള്ളി ഒന്ന് പോവണം. എന്തിനടാ ഇപ്പോൾ പോകുന്നേ? ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് പോരെ നിന്റെ വെള്ളച്ചാട്ടം കാണാനുള്ള പോക്ക്? എൻ്റെ ജീവ, വെള്ളച്ചാട്ടം കാണാനല്ല ഞാനിപ്പോൾ പോകണമെന്ന് പറഞ്ഞത്. അവിടെ ആ ആവശ്യത്തിനൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പറ്റിയാൽ നമുക്കൊന്ന് അവിടം വരെ പോവാം. അവിടേക്ക് പോണോടാ? പോണം. അവനെവിടെ എന്താ ശരിക്കുമെന്ന് പരിപാടിയെന്ന് അറിയണം. പറ്റിയ അവനെ പൂട്ടാനുള്ള ആദ്യത്തെ തെളിവ് നമുക്ക് ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ പോവാം. ഞാനൊന്ന് റെഡിയാവട്ടെ. ജീവ പുറത്തേക്ക് പോയതും ബദ്രി തങ്ങളെ തന്നെ ഇത്രയും നേരം നോക്കി നിന്ന ചാരുവിൻ്റെ അടുത്തേക്ക് നടന്നു. എന്താണ് എൻ്റെ ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വെറുതെ നോക്കിപ്പോയതാ എൻ്റെ കെട്ടിയോനെ. രണ്ടും കൂടി അങ്ങോട്ട് പോണതൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിക്കണം. എപ്പോഴായി എവിടെ നിന്ന് ആക്രമണം ഉണ്ടാവുന്നതെന്ന് അറിയില്ല. സൂക്ഷിക്കാൻ നിന്റെ ഭാര്യ പറഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ മാറ്റമില്ല. അല്ല, പെട്ടെന്ന് അങ്ങോട്ട് പോവാനൊരു തോന്നൽ. സ്റ്റീഫൻ്റെ അനിയത്തിയുടെ ബോഡി ആ ഗസ്റ്റ് ഹൗസിനടുത്ത് നിന്നാണ് കിട്ടിയത്. അപ്പോൾ തൊട്ടു തുടങ്ങിയ ഒരു തോന്നലാണ് അവിടേക്കൊന്ന് പോകണമെന്ന്. ഇന്നെന്തോ അങ്ങോട്ട് പോവാൻ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പോയി നോക്കെന്നാ. അല്പനേരം കൂടി കഴിഞ്ഞതും ജീവയും ഭദ്രയും വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. അരവിന്ദനിൽ നിന്ന് ലഭിച്ച മെസ്സേജിൻ്റെ സന്തോഷത്തിലായിരുന്നു അവന്തിക. ഭദ്രയ്ക്ക് ശേഷം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൻ, ഓരോ നിമിഷവും പ്രണയത്താൽ തന്നെ സ്വന്തമാക്കിയവൻ, അവൻ്റെ കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ ഉള്ളവയായി എന്ന് അറിഞ്ഞ നിമിഷം
തനിക്ക് അനുഭവപ്പെട്ട സന്തോഷം നിർവചിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പക്ഷെ അവൻ തന്നെ ഭാര്യയായി സ്വീകരിക്കില്ലെന്നും തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പോലും അവൻ തന്നോട് പറഞ്ഞപ്പോൾ തൻ്റെ ജീവൻ തന്നിൽ നിന്ന് അകന്നു പോകുന്നത് പോലെയാണ് തോന്നിയത്. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഭയം തോന്നിയിരുന്നു. പക്ഷെ അവൻ ഇന്നലെ തന്നോട് യാഷിദിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലാൻ പറഞ്ഞതു മുതൽ മനസ്സിലൊരാശ്വാസമാണ്. അവനെ തനിക്ക് സ്വന്തമാകുന്ന പ്രതീക്ഷ ഉള്ളിൽ വന്നിരിക്കുന്നു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലുള്ള അവന്തികയുടെ ചിന്തകൾക്ക് തടസ്സമായിക്കൊണ്ടാണ് ഫോൺ റിംഗ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ അരവിന്ദന്റെ പേര് കാണി അവളിൽ നാണത്തിൽ കുതിർന്ന പുഞ്ചിരി തെളിഞ്ഞു. അതേ ഭാവത്തോടെ തന്നെയാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തത്. എവിടെ എത്തിയിടോ താൻ? അങ്കമാലി കഴിഞ്ഞു അവി. അവിടെ എത്തിയോ? ഞാൻ നിന്നെ കാണാൻ വെയിറ്റിംഗാ, വേഗം വായോ. അവന്തിക ചിരിയോടെ കോൾ ഡിസ്കണക്ട് ചെയ്ത് ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു. ഇതേ സമയം തങ്ങൾ വിരിച്ച വലയിൽ കുടുങ്ങിയ അവന്തികയെ ഓർത്തുകൊണ്ട് മദ്യം നുകരുന്ന തിരക്കിലായിരുന്നു അരവിന്ദും യാഷിത്തും. ബദ്രി, വഴി ഇത് തന്നെയല്ലേ? ഗൂഗിൾ മാപ്പിൽ നോക്കി വഴി കറക്റ്റ് അല്ലെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജീവയുടെ ചോദ്യം. ബദ്രി അവനെയും ഫോണിനെയും ഒന്ന് നോക്കിക്കൊണ്ട് അതേ എന്ന പോലെ ഒന്ന് തലചലിപ്പിച്ചു. അവിടെ ചെന്നിട്ട് എന്താണ് നിന്റെ പ്ലാന്? പ്ലാനൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഒന്ന് നിരീക്ഷിക്കണം. മുൻപ് പ്രതീക്ഷിച്ച പോലെ വല്ല തെളിവും വല്ലതും കിട്ടുമെന്ന് നോക്കണം. അതിരപ്പള്ളിയിലെത്തിയിട്ടും യാഷിത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് പെട്ടെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ ബദ്രി? കാടിൻ്റെ ഉള്ളിലുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് കാറ് മുന്നോട്ടെടുക്കും മുൻപ് ജീവ ബദ്രിയുടെ ഉറപ്പിനു വേണ്ടി ഒന്നുകൂടെ ചോദിച്ചു. ഇത് തന്നെയാണ് സ്ഥലം, അങ്ങനെയല്ലേ ആ ഹോട്ടൽ ചേട്ടൻ പറഞ്ഞത്? ഇവിടെയുള്ള മറ്റു ഗസ്റ്റ് ഹൗസിൽ നമ്മൾ അന്വേഷിക്കുകയും ചെയ്തല്ലോ. ബദ്രിയെ ഒന്ന് നോക്കി നെടുവേർപ്പിട്ടുകൊണ്ട് ജീവ കാറ് മുന്നോട്ടെടുത്തു. തങ്ങൾക്ക് പരിചിതമായ മാരുതി സുസുക്കി കിടക്കുന്നത് കണ്ടപ്പോൾ ബദ്രിയും ജീവയും പരസ്പരം ഒന്ന് നോക്കി. പിന്നെ ഒരേ സ്വരത്തിൽ ഒരുമിച്ച് തന്നെ പറഞ്ഞു, ഇത് അവന്തികയുടെ കാറല്ലേ? ജീവ കാറ് സൈഡാക്കിയേക്കോ. അവന്തിക ഇവിടെ വരണമെങ്കിൽ എന്തേലും കാരണം കാണും, അത് സീരിയസ് ആയ ഒന്ന്. എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ബദ്രി. അവന്തിക ഒരിക്കലും ഒറ്റയ്ക്ക് എവിടെയും പോയി ഞാൻ കണ്ടിട്ടില്ല. ഡ്രൈവർ കാണും എപ്പോഴും, പക്ഷേ ഇന്ന് ഡ്രൈവർ പോലും ഇല്ലാതെ ഇത്രയും ദൂരം വരണമെങ്കിൽ നീ കരുതുന്ന പോലെ എന്തോ ഒന്നുണ്ട്. ജീവയും നോക്കി തല ചലിപ്പിച്ചുകൊണ്ട് ബദ്രി അവന്തികയുടെ കാറിലേക്ക് നോക്കി. ജീവ പറഞ്ഞത് കറക്റ്റാണ്, ഡ്രൈവർ ആ കാറിലില്ല. ആ സമയം കൊണ്ട് ജീവ കാറ് ബാക്കിലേക്ക് എടുത്തിരുന്നു. റോഡിനോട് ചേർന്ന് തന്നെ കാർ ഒതുക്കിയിട്ടു. തൂവാല കൊണ്ട് ജസ്റ്റ് ഒന്ന് മുഖം മറച്ചുകൊണ്ട് ബദ്രിയും ജീവയും മുന്നോട്ട് നടന്നു. യാഷിദിൻ്റെ കൂട്ടാളികളെ ഒന്നും ആ പരിസരത്തൊന്നും കാണാഞ്ഞതുകൊണ്ട് ബദ്രിയും ജീവയും ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് നടന്നു. വീടിനടുത്തേക്ക് നടന്നതും അടക്കും തോറും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ അവിടെ കേട്ടിരുന്നു. ജീവ, അത് അവന്തികയാണ്, വാടാ. ബദ്രിയുടെ മുഖത്ത് വെപ്രാളവും അവന്തികയുടെ കരച്ചിൽ ശബ്ദമുയർന്നതും ജീവ വേഗം തന്നെ ബദ്രിയുടെ കൈപിടിച്ച് അങ്ങോട്ടേക്ക് ഓടി. അടഞ്ഞു കിടക്കുന്ന ഡോറും അതിനകത്ത് നിന്ന് കേൾക്കുന്ന അവളുടെ ശബ്ദവും ജീവയുടെ ഹൃദയതാളം തെറ്റിക്കുന്നതിനായിരുന്നു. തൻ്റെ കയ്യിൽ മുറുകുന്ന ബദ്രിയുടെ കയ്യിൽ നിന്ന് അവൻ്റെ അവസ്ഥയും തൻ്റേതുപോലെയാണെന്ന് ജീവയ്ക്ക് മനസ്സിലായി. അടഞ്ഞു കിടക്കുന്ന വാതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ബദ്രി ജീവയെ നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച പോലെ ജീവ ഒന്ന് ചിരിച്ചു. രണ്ടുപേരും കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് തന്നെ വാതിൽ ആഞ്ഞു ചവിട്ടി. രണ്ടുപേരുടെയും ശക്തമായ ചവിട്ടിൻ്റെ ഫലമായി വാതിൽ തുറന്നു പോന്നിരുന്നു. ഡാ, ആ ഭാഗത്തു നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അവർ നിൽക്കുന്നതിടത്ത് വശത്തേക്ക് ചേർന്നുള്ള റൂമിലേക്ക് നോക്കിക്കൊണ്ട് ജീവത് പറഞ്ഞു. ആ റൂമിൽ നിന്ന് ആണുങ്ങളുടെ ശബ്ദം കേട്ടതും ബദ്രി തൻ്റെ ചുണ്ടിൽ കൈ ചേർത്തുകൊണ്ട് മിണ്ടല്ലേ എന്ന് കാണിച്ചു. ജീവയും ബദ്രിയും പതുക്കെ നടന്ന ആ റൂമിൻ്റെ അരികിലെത്തിയതും അവന്തികയുടെ ശബ്ദത്തിനൊപ്പം മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവരെ വന്ന് പൊതിഞ്ഞു. ഡാ, അവള് തീർന്നു. ഇനിയും അതിൻ്റെ ദേഹത്ത് കിടന്ന് മേഞ്ഞാലേ ശരിയാവില്ല. എൻ്റെ മോനെ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഇവളുടെ ചന്തം കാണുമ്പോൾ മതിടാ, നമുക്കിവിടെ നിന്ന് പോവാം. സെൽവനും ടീമും ഇവളെ കൊണ്ട് കളഞ്ഞോളും. ഒരു വട്ടം കൂടി ആശി. അരവി, വേണ്ടാട്ടോ, വാ പോവാം. ഡോറിൻ്റെ ലോക്ക് എടുക്കുന്ന ശബ്ദം കേട്ടതും ജീവയും ബദ്രിയും അവർ കാണാതെ മറഞ്ഞു നിന്നു. യാഷിദിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അരവിന്ദനെ കാണെ കൊല്ലാനാണ് അവർക്ക് തോന്നിയത്. അവരവിടെ നിന്ന് പോയെന്ന് ബോധ്യമായപ്പോൾ തന്നെ ജീവയും ബദ്രിയും ആ മുറിക്കുള്ളിൽ കയറി. അങ്ങിങ്ങായി ചിതറിക്കൊടുക്കുന്ന വസ്തുക്കൾ ചില്ലിൻ്റെ കുപ്പിയിൽ അവയിലാണ് അവരുടെ ശ്രദ്ധ ആദ്യം പതിച്ചത്. കാലിൻ്റെ അടിയിൽ വെള്ളമുള്ള പോലെ തോന്നി ബദ്രി താഴേക്ക് നോക്കിയപ്പോഴാണ് ആ മുറിയുടെ ഒരു വശത്ത് പടർന്നു കിടക്കുന്ന രക്തത്തെ ബദ്രി കാണുന്നത്. ജീവ, അവന്തികയെ നോക്കടാ. അതും ഒരലർച്ച പോലെയാണ് ജീവയ്ക്ക് തോന്നിയത്. അവരുടെ കണ്ണുകൾ ആ മുറി നിറയെ ഓടി നടന്നു. അവസാനം എന്ന വണ്ണം അവരുടെ കണ്ണുകൾ ചെന്ന് നിന്നത് വാതിലിനോട് ചേർന്ന് കർട്ടൻ കൊണ്ട് തൻ്റെ നഗ്നത മറച്ചു പിടിക്കുന്ന സ്ത്രീ രൂപത്തിലാണ്. അവളുടെ ദേഹം മുഴുവൻ രക്തത്താൽ കുളിച്ചിരുന്നു.
കാലുകളുടെ അപ്പോഴും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ജീവ, നീ വേഗം കാറിങ്ങോട്ടെടുക്ക്. അവന്മാരുടെ കൂട്ടാളികൾ വരുമ്പോഴേക്കും അവന്തികയെ ഞാൻ കൊണ്ടുവരാം. ബദ്രിയുടെ വാക്കുകൾ കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന അവസ്ഥയിൽ ജീവ കാറിൻ്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു. മനസ്സിൽ തൻ്റെ ചേട്ടനും താൻ നേരിട്ട് കാണാത്ത ചിത്രയും മാത്രം നിറഞ്ഞു നിന്നിരുന്നു. ബെഡ്ഷീറ്റ് കൊണ്ട് അവന്തികയുടെ പുതപ്പിക്കുമ്പോൾ ബദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ജീവനുണ്ടെന്നതിൻ്റെ തെളിവായി അവൾ ഒന്ന് പിടഞ്ഞപ്പോൾ കയ്യിലെടുത്ത് ഓടുകയായിരുന്നു അവൻ. രക്തബന്ധമില്ലെങ്കിലും തന്നെ ഒരു കാലത്ത് തൻ്റെ പ്രണയിനിയായിരുന്നവൾ, പിന്നീട് എപ്പോഴോ കാലം വരുത്തിയ മാറ്റങ്ങളിൽ സഹോദരിയായി തീർന്നവൾ, അവളാണ് തൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് ജീവന് വേണ്ടി പിടയുന്നതെന്നോർക്ക് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കാറിൽ കയറ്റിയതും ജീവ വേഗം തന്നെ അവിടെ അടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിലേക്ക് കാറ് തിരിച്ചു. കാറിൽ സഞ്ചരിക്കുന്നത് അറിഞ്ഞതുകൊണ്ടാവാം അവന്തികയുടെ ചുണ്ടുകൾ എന്തോ ഒന്ന് പറഞ്ഞു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. അതിൽ തന്നെ ബദ്രി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. എന്നെ ഇനിയും ഉപദ്രവിക്കല്ലേ. അവന്തികയുടെ ചുണ്ടിലെ ചലനം വെച്ച് ഓരോ വാക്കുകളും ബദ്രി കൂട്ടി വായിച്ചു. അവൾ പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ടായിരുന്നു അവളെ പിന്നീട് പോകുന്ന വേദനയുടെ നിമിഷങ്ങൾ. ഹോസ്പിറ്റലിലെത്തിയതും വേഗം തന്നെ അവന്തികയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ബാലജി, എൻ്റെ മനസ്സിനൊരു സമാധാനവും ഇല്ലാത്തതുപോലെ, എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചതുപോലെ തോന്നുന്നു. അത് നിനക്ക് തോന്നുന്നതാവും ചാരു. നീ ഒരു കാര്യം ചെയ്യ്, ബിസ്ക്കറ്റ് എടുത്ത് കഴിക്ക്, അപ്പോൾ ഓക്കെ ആവും. ചേച്ചി മിണ്ടാതിരുന്നു ചാരു, എനിക്ക് സിനിമ കാണണം. നിനക്ക് ഏട്ടനെ കാണാതുള്ള അസുഖമാണെന്ന് എനിക്കറിയാം. അവളുടെ ഒരു മനസ്സ്. ചാരുവിനടുത്ത് ഇരിക്കണോ നിൽക്കണോ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഷർട്ടും മുണ്ടും മാറി വരുന്ന ശ്രീയങ്കിളിനെ കണ്ടപ്പോൾ ചാരുവിന് അപായ സൂചന വീണ്ടും തോന്നാൻ തുടങ്ങി. അച്ഛനിത് എവിടേക്കാ? അതൊന്നും പറയാൻ സമയമില്ല മോളി, ഞാൻ പോട്ടെ. അച്ഛൻ ഇറങ്ങി അല്പസമയം കഴിഞ്ഞതും ചാരുവിനോട് റെഡിയാവാൻ അമ്മ പറഞ്ഞു. ചാരു ഒരു പാവയെ പോലെ വേഗം തന്നെ ഡ്രസ്സ് മാറി വന്നു. അവരുടെ കാറ് ചെന്ന് നിന്നത് ഹോസ്പിറ്റൽ മുൻപിലാണെന്ന് അറിയ ചാരുവിൻ്റെ മനസ്സിൽ ബദ്രിയുടെ ചിരി തൂകുന്ന മുഖം തെളിഞ്ഞു വന്നു. ഏട്ടനെന്തേലും പറ്റിക്കാണോ? ഇല്ല, വെറുതെ തോന്നുന്നതാ. ചിലപ്പോൾ ആഷിത്തെങ്ങാനും. ചാരുവിൻ്റെ മനസ്സിൽ പലവിധ ചിന്തകളും നിമിഷനേരം കൊണ്ട് വന്നു പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലം എന്നോണം താലിയിലുള്ള പിടി മുറുക്കിക്കൊണ്ടിരുന്നു. ഏട്ടൻ സേഫല്ലേ അമ്മ? അവന് പ്രശ്നമൊന്നുമില്ല മോളെ. അമ്മയുടെ ആശ്വാസവാക്കുകൾ കേട്ടിട്ട് മനസ്സ് ശാന്തമായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ബദ്രിയെയും ജീവയെയും കണ്ടപ്പോഴാണ് ചാരുവിനൊന്ന് ആശ്വാസമായത്. പക്ഷെ അവരുടെ ദേഹത്തുള്ള രക്തക്കറാവളിൽ വീണ്ടും ടെൻഷൻ കൂട്ടി. ബദ്രി, എന്താ പറ്റിയേ? ഷർട്ടിൽ നിറയെ ചോര. ബദ്രിക്കൊന്നും തന്നെ പറയാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയം തൻ്റെ കയ്യിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുന്ന അവന്തികയുടെ മുഖം മാത്രമായിരുന്നു. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ജീവ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കാര്യം അവതരിപ്പിച്ചു. ചാരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. താൻ നേരിട്ട് കണ്ടില്ലെങ്കിലും ബദ്രിയുടെ വാക്കുകളിൽ നിന്ന് അവളെ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ആ കഥകളിൽ ഇടയ്ക്ക് വെച്ച് മോശമായ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. പക്ഷെ അവളിലെ നന്മയെ മാത്രം ഓർക്കുമ്പോൾ കണ്ണുകൾ വീണ്ടും നിറയുന്നു. സമയം അതിൻ്റെ വേഗത്തിൽ സഞ്ചരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അച്ഛനും മറ്റൊരു ഡോക്ടറും പുറത്തേക്ക് വന്നു. അച്ഛാ, അവന്തികയ്ക്ക്? ആ വാക്കുകൾ ചോദിക്കുമ്പോഴും ബദ്രിയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല മോനെ, സർജറി കഴിഞ്ഞതിൻ്റെ മയക്കത്തിലാണിപ്പോൾ. വൈകിട്ടോടെ വാർഡിലേക്ക് മാറ്റും. തലക്ക് പറ്റിയ മുറിവ് ചെറുതാണെങ്കിലും ഇൻറ്റർണൽ ബ്ലീഡിങ് കൂടുതലായിരുന്നു. സർജറി എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അവന്തികയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. അതിൻ്റേതായ ചെറിയ പ്രശ്നമുണ്ട്. പൂർണ്ണമായി അവൾ ഓക്കെ ആയാലും ഒരു ഷോക്കിൽ നിന്ന് റിക്കവർ ആകാൻ ടൈം എടുക്കും. പ്രത്യേകിച്ച് ഇങ്ങനൊരവസ്ഥയിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്നതുകൊണ്ട് എല്ലാം സഹിക്കാൻ ആ കുട്ടിക്ക് കഴിയട്ടെ. ഡോക്ടറുടെ കൂടെ തന്നെ അച്ഛനും ക്യാബിനിലേക്ക് കയറി. ചെയറിലിരുന്നു കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുന്ന തിരക്കിലായിരുന്നു ബദ്രി. ബദ്രി, വേദന തിങ്ങി നിറഞ്ഞ വാക്കുകളാൽ തന്നെ വിളിക്കുന്ന ചാരുവിനെ ബദ്രി ഒന്ന് നോക്കി. ടെൻഷൻ ആവേണ്ട ബദ്രി, ഇപ്പോൾ എല്ലാം ഒരുവിധം ഓക്കെ ആയില്ലേ? പക്ഷേ അവളുടെ കുഞ്ഞ്, ആ കുഞ്ഞിനിപ്പോൾ ജനിക്കാനുള്ള യോഗമില്ലായിരിക്കും. പക്ഷേ അവന്തിക എങ്ങനെ അവിടെ എത്തി? അവളെന്തിനാ അവന്തികയുടെ ഈ വിധം? അറിയില്ല. ഒന്ന് മാത്രം അറിയാം ചാരു, ഞങ്ങൾ അവിടെ എത്താൻ വൈകിയിരുന്നുവെങ്കിൽ അവന്തിക നമ്മളെ വിട്ടു പോയിരുന്നേനെ. അവന്തികയുടെ വീട്ടിൽ അറിയിക്കണ്ടേ? വിശദമായി തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്. അവളിപ്പോൾ ഇവിടെ സേഫാണ്. അവന്തികയുടെ ഏട്ടൻ്റെ സുഹൃത്ത് പോലീസിൽ ആളുടെ അടുത്തും അറിയിച്ചു. അൺഒഫീഷ്യലായി അവരെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആള്. നിയമം ഉപയോഗിച്ച് അവരെ എതിർക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ ജയിലിലായേനെ ഈ ആഷിത്ത്. അച്ഛനെങ്ങനെ ഈ ഹോസ്പിറ്റൽ സർജറി നടത്താൻ കഴിഞ്ഞു?
അച്ഛൻ മുൻപ് വർക്ക് ചെയ്തിരുന്നത് ഇവിടെ. ഒഴിവ് ടൈമിൽ ഒപിയിൽ ഇരിക്കാറുണ്ട്. ആ ഒരു ബന്ധം വെച്ച് രാത്രിയോടെ തന്നെ അവന്തികയെ റൂമിലേക്ക് മാറ്റി. അവന്തികയ്ക്കരികിൽ തന്നെ ചാരുവും ഭദ്രയുടെ അമ്മയും ഇരുന്നു. കുറച്ചു നീങ്ങി ജീവയും ഭദ്രയും അവളെ തന്നെ നോക്കി നിന്നു. തലയിലുള്ള മുറിവിന്റെ വേദനയുടെ ഫലമായി അവന്തികയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. കണ്ണുകൾ തുറന്ന് ചുറ്റുള്ളവരെ നോക്കുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബ്ലീഡിംഗ് കാരണം വയറിന് അസഹ്യമായ വേദന തോന്നിയിരുന്നു. അവന്തിക. ചാരുവിൻ്റെ വിളി കേട്ടതും അവളെ തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്തിക വീണ്ടും കണ്ണുകൾ അടച്ചു തന്നെ കിടന്നു. യാഷി, അവളുടെ ബോഡി അവര് കൊണ്ടു കളഞ്ഞു കാണുമോ? രാത്രി ആയില്ലടാ, അവര് അത് ചെയ്തു കാണും. ഇനിയും നിനക്കത് സംശയമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചു നോക്കാം. അരവിന്ദന്റെ മുന്നിൽ വെച്ച് തന്നെ യാഷിത് അവൻ്റെ ഗുണ്ടാ സംഘത്തിലെ സെൽവന് ഫോൺ ചെയ്തു. ഹലോ സർ. സെൽവ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ പെണ്ണിനെ കൊണ്ട് കളഞ്ഞു സർ. ആ പണി കഴിഞ്ഞ് വന്നിരിക്കുന്നേ ഉള്ളൂ. ആ, അവളുടെ വണ്ടിയോ? അത് കൊക്കയിൽ കൊണ്ടിട്ടു. ഫോൺ കട്ടാക്കിക്കൊണ്ട് അരവിന്ദനെ യാഷിത്തൊന്ന് നോക്കി. ഇപ്പോഴാവുന്ന ആശ്വാസമായത്. അവന്മാര് പണി ചെയ്യുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തിനാണ് സാറിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞത്? നമ്മൾ കാറ് മാത്രമല്ലേ കളഞ്ഞത്? ആ പെണ്ണിനെ അവിടെ കാണാത്തോണ്ട് അവളെ കളഞ്ഞില്ലല്ലോ. അതിന് സാറിനോട് പറഞ്ഞിട്ട് വേണം നമ്മൾ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ് വഴക്ക് കേൾക്കാൻ. അതും ശരിയാ. എന്നാലും ആ പെണ്ണ് എവിടെ പോയി? അത് ചിലപ്പോൾ ചത്ത് കാണില്ലടാ, ഉള്ള ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് കാണും. ശരിയാണ്, അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. അവരുടേതായ സംസാരങ്ങളിൽ അവന്തിക എന്ന ഏട് എങ്ങോ പോയി മറഞ്ഞു. 3 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ചാരുവിൻ്റെ വീട്ടിലേക്ക് അവന്തികയെ കൊണ്ടുവന്നിരുന്നു. ഭദ്രയുടെ രക്ഷിതാക്കളുടെ ചികിത്സയിലൂടെ മാനസികമായും ശാരീരികമായും ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്ന അവന്തികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വാസത്തിന് പുറത്താണ് ചാരുവിൻ്റെ വീട്ടിലേക്ക് അവളെ മാറ്റിയത്. ചാരുവും ബാലയും റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു കാൽമുട്ടിൽ തല ചേർത്തിരിക്കുന്ന അവന്തികയെ. ആ കാഴ്ച തന്നെ ബാലയിലും ചാരുവിനും നോവുണർത്തിയിരുന്നു. അവന്തിക. തലയിൽ പതുക്കെ തലോടിക്കൊണ്ട് ബാല അവളെ വിളിച്ചതും നിറഞ്ഞ കണ്ണുകളോടെ ബാലയെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ വയറിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു പോയിരുന്നു അവന്തിക. താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ എല്ലാം കണ്ണീരായി ഒഴുകി തീർത്തുകൊണ്ട് ബാലയിൽ നിന്ന് നീങ്ങിയിരുന്നു. അവന്തിക. നീ ഇപ്പോൾ ഓക്കെ അല്ലേ? അങ്ങനെ ചോദിച്ച ഞാൻ ഓക്കെ അല്ല ചാരു. അവർ നൽകിയ വേദനകൾക്ക് എന്നെ ചതിച്ചതിനൊക്കെ ഉത്തരം നൽകേണ്ടി വരും. എൻ്റെ മനസ്സ് ശരിയാവണമെങ്കിൽ. പക്ഷേ നിങ്ങൾ നൽകുന്ന സ്നേഹം, കരുതൽ, ചേർത്ത് പിടിക്കൽ എല്ലാം ഒരു പരിധിവരെ എന്നെ ശാന്തയാക്കുന്നു. എൻ്റെ വേദനകൾ മരുന്നാകുന്നു. അവന്തികയുടെ വാക്കുകൾക്കൊരു പുഞ്ചിരിയാണ് ഇരുവരും നൽകിയത്. ബാലെ, ചാരു, എനിക്കൊരു സഹായം ചെയ്യൂ നിങ്ങൾ. എന്താണെന്ന് വെച്ചാൽ പറയൂ. അരവിന്ദിനെയും യാഷിത്തിനെയും കൊല്ലാനൊന്ന് സഹായിക്കാമോ? നിയമം കൊണ്ട് അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതെനിക്കറിയാം. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ അവരെന്നേ മരിച്ചു കഴിഞ്ഞേനെ. അതോർത്ത് നീ ഇപ്പോൾ ടെൻഷൻ ആവേണ്ട. അവരുടെ മരണത്തിനുള്ള വഴികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആണോ? അതെ. ചാരുവും ബാലയും ചേർന്ന് ചിത്രയുടെയും ജഗന്റെയും എല്ലാ കഥ മുഴുവനും അവന്തികയോട് പറഞ്ഞു. പിന്നെ ഇതുവരെയുള്ള അവരുടെ പ്ലാനിങ്സും. ഇത് നടക്കുമോ? നടക്കുന്നേ. പറ്റിയ ഉടനെ തന്നെ അവർ നമ്മുടെ കസ്റ്റഡിയിലാവും. മുറ്റത്തുള്ള കസേരകളിലിരുന്ന് യാഷിത്തിനെയും അവരുടെ ചെയ്തികളെയും ചർച്ച ചെയ്യുന്ന തിരക്കിലാണ് ഭദ്രയും ജീവിയും. പിന്നെ അവന്തികയുടെ ചേട്ടൻ അവിനാശും അവൻ്റെ ഫ്രണ്ട് SI ശ്രീനാഥും. ഭദ്രി, അൺഒഫീഷ്യലായിട്ട് ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞല്ലോ. ആ ഒരു അറിവ് വെച്ച് ഇവരെ നിയമപരമായി ശിക്ഷിച്ചിട്ട് കാര്യമില്ല. പണവും പദവിയും ഉപയോഗിച്ച് യാഷിത്തും അരവിന്ദും രക്ഷപ്പെടും. അപ്പം പിന്നെ അവരെ അങ്ങ് തീർക്കണമല്ലേ നാഥ? അതെ, അവരുടെ ജീവൻ പോകുന്ന നിമിഷത്തിൽ തന്നെ അവരുടെ തെറ്റുകൾ ആളുകൾ അറിയണം. അതിനുവേണ്ട തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇനി അവരുകൂടെ തെറ്റേറ്റു പറഞ്ഞാൽ മതി. ഞങ്ങൾ പറഞ്ഞാലോ യാമിനി വഴി അവരുടെ പണം ഇല്ലാതാക്കി അവരെ എതിർക്കാനായിരുന്നു പ്ലാന്. പക്ഷേ ഇനിയും അതിനെ കാത്തിരുന്നാൽ ശരിയാവില്ല. അവരെങ്ങനെ അവിടുന്ന് പുറത്ത് ചാടിക്കും? തട്ടിക്കൊണ്ടുവരണം. നിസ്സാരായിട്ട് അവിനാശ് അത് പറഞ്ഞതും എല്ലാവരും അവനെ ഒന്ന് നോക്കി. നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. അവരെ മയക്കി കിടത്താനുള്ളത് ഞാൻ ചെയ്യാം. എന്നങ്ങനെ ആവട്ടെ. പറ്റിയ ഇന്ന് തന്നെ അവരെ പൊക്കാം നമുക്ക്. എല്ലാവരും ആ തീരുമാനത്തിൽ അനുകൂലിച്ചുകൊണ്ട് പിരിഞ്ഞു പോയതും അവിനാശ് വേഗം തന്നെ ഫോണെടുത്ത് കോൾ ചെയ്തു. എൻ്റെ കാര്യം സോൾവായി അളിയ, ഇനി നിന്റെ കാര്യമാണ് സോൾവ് ആകേണ്ടത്. അളിയൻ പറഞ്ഞു. എന്താ 2 പെണ്ണുങ്ങൾ? നിനക്കറിയോ അവി? ബാല ആ ഭദ്രയുടെ പെങ്ങൾ, മറ്റൊന്ന് അവൻ്റെ ഭാര്യ. ഫോട്ടോ കണ്ടപ്പോൾ തുടങ്ങിയ മോഹമാണ്. ബാലയ്ക്ക് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ മോഹമാണ്.
ചാരുലത അവളുടെ ചേച്ചി ഉണ്ടല്ലോടാ എൻ്റെ കയ്യിൽ കിടന്ന ഓർക്കുമ്പോൾ തന്നെ ഒടുക്കത്തെ കിക്കാണ് അളിയ. അത്രയ്ക്ക് കിക്കാണെങ്കിൽ നമുക്ക് അവരെ അങ്ങ് എടുക്കാടാ മടുക്കും വരെ. അങ്ങനെ തന്നെ മദ്യത്തിൻ്റെയും അതിൽ ചേർത്ത ഉറക്കുകുളികളുടെയും ഫലമായി അവർ മയങ്ങിപ്പോയി. അവിനാശേ, ഇന്നെന്തെങ്കിലും നടക്കുമോടാ? നിന്റെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. ക്ഷമ നശിച്ചപ്പോൾ ജീവ അവൻ്റെ ശബ്ദം ഉയർത്തി. ഒന്ന് പതുക്കെ പറ ജീവ, ആ സെക്യൂരിറ്റി എങ്ങാനും ഇത് കേട്ടാലേ. MLA വീടിന് മുന്നിൽ നിന്ന് കള്ളന്മാരെ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ ഫോട്ടോ അടക്കം നാളെ ന്യൂസ് പേപ്പറിൽ വരും. ഡാ, ഇനിയെങ്കിലും പറ, യാഷത്തിൻ്റെ വീടിനുള്ളിൽ നമ്മൾ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബദ്രിക്ക് അറിയില്ലേ അരവിന്ദൻ്റെ പെങ്ങൾ ആര്യയെ? അറിയാം, അവളാണോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? അതേടാ, അവള് തന്നെ. പക്ഷേടാ, സ്വന്തം ചേട്ടനെ കൊല്ലാനായിട്ട് അവൾ കൂട്ടു നിൽക്കുമോ? ചേട്ടനോ? അവനോ? ആ വാക്കിന് പോലുള്ള അർഹത അവനില്ല. സ്വന്തം പെങ്ങളെ പോലും യാഷത്തിൻ്റെ മുന്നിലേക്ക് തള്ളിയിടാൻ നോക്കുന്ന അവനെ. ദേഷ്യം അതിൻ്റെ ഉച്ചത്തിലെത്തിയപ്പോൾ തന്നെ അവിനാശ് തൻ്റെ വാക്കുകളെ നിയന്ത്രിച്ചുകൊണ്ട് വീണ്ടും പറയാൻ തുടങ്ങി. ഞാനും ആര്യയും തമ്മിൽ പ്രണയത്തിലായിട്ട് 6 വർഷങ്ങളാവുന്നു. അവൾക്കൊരു പരിധിവരെ അറിയാമായിരുന്നു തൻ്റെ ചേട്ടൻ്റെ ദുഷ്ടതരങ്ങൾ. അതുകൊണ്ട് തന്നെ അവന്തികയെ ഞങ്ങൾ 2 പേരും അവനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ അവൻ്റെ വാക്കുകൾ തീർത്ത മായാലോകത്തായിരുന്നു എൻ്റെ അനിയത്തി. അവസാനം അവൾക്ക് ഈ ഗതിയും വന്നു. ഒരു ചേട്ടൻ എന്നതിനേക്കാൾ ഉപരി മനുഷ്യൻ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഇവരെയൊക്കെ കൊല്ലേണ്ടത് നമ്മുടെയൊക്കെ അവകാശമാണ്. അല്ലെങ്കിൽ ഈ ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ക്രൂരതയ്ക്ക് ഇരയാവും. ഇതേ ചിന്ത തന്നെയാണ് ആര്യക്കുള്ളത്. അരവിന്ദ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ അവൻ്റെ നീക്കത്തിൽ അവൾ ഭയപ്പെട്ടിരുന്നു. യാഷത്തിന് വേണ്ടിയാണ് അവളെ കൊണ്ടുവന്നത് എന്ന് അവൾ അറിയുന്നത് കുറച്ച് ദിവസം മുൻപാണ്. അതിന് പ്രതിഫലമായി യാഷിത് അവന് ചെയ്തു കൊടുത്ത ഹെൽപ്പാണത്രേ എൻ്റെ പെങ്ങളെ. ബാക്കി പറയാനാകാതെ അവിനാശ് നിന്നപ്പോൾ ബാക്കിയുള്ളവർ യാഷിത്തിൻ്റെയും അരവിന്ദിൻ്റെയും തരതാഴ്ന്ന പ്രവൃത്തികളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അതേസമയം തന്നെയാണ് ഗേറ്റ് തുറന്ന് ആര്യ പുറത്തേക്ക് വന്നത്. CCTV ഒക്കെ ഓഫാണ്. സെക്യൂരിറ്റിയെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അവരെവിടെയാ? ശ്രീനാഥിൻ്റെ ചോദ്യത്തിന് കൂടെ പോരാൻ ആര്യ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. ഹാളിൽ ബോധമില്ലാതെ ഉറങ്ങുന്ന യാഷിത്തിനെയും അരവിന്ദിനെയും കാണുകെ എല്ലാവരുടെയും കൈകൾ അവനെ കൊല്ലാനുള്ള വ്യഗ്രതയിൽ കൈതിരിച്ചു. ഉള്ളിലെ ദേഷ്യത്തെ ഒരു വിധത്തിൽ അടക്കി നിർത്തിക്കൊണ്ട് ഭദ്രയും ജീവയും യാഷിത്തിനെ എടുത്ത് അവരുടെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കൊണ്ട് കിടത്തി. അവിനാശിൻ്റെ കാറിൽ അരവിന്ദിനെയും അവിനാശും ശ്രീനാഥും കൊണ്ട് കിടത്തി. അവിടെ അവർ മടങ്ങും മുൻപ് തന്നെ ആര്യ ഒരു വിധത്തിൽ യാമിനെ പൊക്കിക്കൊണ്ടുവന്നു. ഇവളെ എന്തിനാടി പൊക്കിക്കൊണ്ടുവന്നേ? തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ടുള്ള അവിനാശിൻ്റെ ചോദ്യത്തിന് ആര്യ ഒന്ന് ചിരിച്ചു കൊടുത്തു. അത് പിന്നെ ഇവളും ചേർന്നല്ലേ പലതും ചെയ്തു കൂട്ടിയത്. ഇപ്പോൾ ഇവൾക്കും കിട്ടണം ശിക്ഷ. ആര്യയുടെയും മറുപടിയിൽ കാര്യമുണ്ടെന്നറിയാവുന്നത് കൊണ്ട് യാമിനിയെ എടുത്ത് കാറിൻ്റെ ബാക്ക് സൈഡിൽ കിടത്തി. അവരുടെ കൂടെ തന്നെ ആര്യയും പോന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ യാഷത്തിൻ്റെ ഗസ്റ്റ് ഹൗസിന് ബാക്കിലുള്ള സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. അവരുടെ വരവ് കണ്ട ചാരുവിലും ബാലയിലും അവന്തികയിലും പകയുടെയും പ്രതികാരത്തിൻ്റെയും ക്രൂരമായി ചിരി വിരിഞ്ഞു. അത് പതിയെ അവരുടെ രക്ഷിതാക്കളിലേക്കും പകർന്നു. ഉറക്കത്തിൽ എന്ന പോലെ യാഷിത് ഞെട്ടിയെഴുന്നേറ്റപ്പോൾ തന്നെ കണ്ടത് ഇരുമ്പ് കമ്പിയിൽ കെട്ടിയിട്ട നിലയിലുള്ള തൻ്റെ അനുജത്തിയെയാണ്. യാമിനി. അനിത്യയെ വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല. അവസാനത്തെ ശ്രമം പാഴായി പോയപ്പോഴാണ് കാലിലും കയ്യിലുമായുള്ള നേർത്ത ചങ്ങല ശ്രദ്ധിക്കുന്നത്. ഇരിക്കുന്ന കസേരയിൽ കിടന്ന് വീണ്ടും അത് വിടുവിക്കാൻ ശ്രമിക്കുന്നു. അതെന്നാലും സാധിച്ചില്ല. വേദന തിങ്ങി നിറഞ്ഞുള്ള അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് തന്നിൽ നിന്ന് അല്പം നീങ്ങി തൻ്റെ അവസ്ഥ തന്നെ ഇരിക്കുന്ന അരവിന്ദരെ കാണുന്നത്. ഡാ, നമ്മളിതെവിടെയാ? നിന്റെ കയ്യിൽ എങ്ങനെ ചോര? എവിടെയാണെന്ന് അറിയില്ലടാ. പക്ഷേ നീ നിന്റെ ദേഹത്ത് ചങ്ങല വേർപ്പെടുത്താൻ നോക്കുന്നതനുസരിച്ച് എൻ്റെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാവുന്നുണ്ട്. ഒരു പക്ഷേ എൻ്റെയും നിൻ്റെയും ചങ്ങലകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാവും. ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തേക്ക് വെളിച്ചമെത്തിയപ്പോൾ തന്നെ അവർ 2 പേരും കണ്ണുകളൊന്ന് ചിമ്മി അടച്ചുകൊണ്ട് തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളുകളെ കാണി ഒരേ സമയം പുച്ഛവും ദേഷ്യവും അവരിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളാണോ എന്നെയും ഇവനെയും കെട്ടിയിട്ടത്? അധികാരം കലർന്ന ശബ്ദത്തിലെ ആഷത്ത് ഭദ്രയെയും മറ്റുള്ളവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതേടാ, ഞങ്ങൾ തന്നെയാ നിങ്ങൾ 3 പേരെയും ഇവിടെ കൊണ്ടുവന്നത്, ഈ വിധം കെട്ടിയതും. ഇത് നിന്റെയൊക്കെ നല്ലതിനാവില്ല. മര്യാദയ്ക്ക് ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ. അപ്പോഴും പത്തി താഴ്ത്താതെയുള്ള യാഷത്തിൻ്റെ ഭീഷണി കേൾക്കെ ജീവിക്ക് പുറകിലായി മറഞ്ഞു നിന്നിരുന്ന അവന്തികയും ചാരുവും മുന്നോട്ട് കടന്നു വന്നു. ചാരുവിനെ കണ്ടപ്പോൾ യാഷത്തിനും അരവിന്ദനും കാമം തോന്നിയെങ്കിലും അവന്തിക അവരിൽ നേരിയ ഭയത്തിൻ്റെ വിത്തുകൾ ജന്മം നൽകിയിരുന്നു. നീ മരിച്ചില്ലേ?
മരിച്ചിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കൂ അരവിന്ദ. വാക്കുകൾ പറയുന്നതിനൊപ്പം തന്നെ അവന്തിക അരവിന്ദനടുത്തേക്ക് നടന്നെടുത്തുകൊണ്ടിരുന്നു. അവളുടെ കണ്ണിലെ തീക്ഷ്ണതയും നോട്ടവും എല്ലാം അരവിന്ദനെ ഒരു ഭയത്തിന്റെ കയത്തിൽ കൊണ്ടെത്തിക്കുന്നതായിരുന്നു. അതിന്റെ ഫലം എന്ന രീതിയിൽ അവന്റെ നെറ്റിയിലും കഴുത്തിലും താടിയിലുമെല്ലാം വിയർപ്പ് കണങ്ങൾ രൂപം കൊണ്ടിരുന്നു. ആ നിശബ്ദതയിൽ അരവിന്ദന് ഉമിനീറിറക്കുന്ന ശബ്ദം പോലും വ്യക്തമായി കേട്ടിരുന്നു. അരവിന്ദന്റെ വേദന കൊണ്ടുള്ള നിലവിളിയാണ് നിശബ്ദതയ്ക്ക് അന്ത്യം കുറിച്ചത്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന യാമിനിയും അരവിന്ദന്റെ മുഖത്ത് മാത്രം നോക്കി നിന്ന യാഷിത്തും ഒരു നിമിഷം കാര്യം മനസ്സിലാകാതെ അരവിന്ദനെ തന്നെ നോക്കി നിന്നുപോയി. എന്നാൽ ആ കാഴ്ചയും അവന്റെ നിലവിളിയും മറ്റുള്ളവരിൽ പുഞ്ചിരി വിരിയിച്ചു. നിങ്ങളെന്താ അവനെ ചെയ്തേ? കൂട്ടുകാരനെ നൊന്തപ്പോ നിനക്ക് വേദനിച്ചു യാഷി? പേടിക്കണ്ടാട്ടോ, അവന് കിട്ടിയ ശിക്ഷ തന്നെ നിനക്കും തരാം. ബദ്രിയുടെ പ്രസന്നമായ മുഖത്ത് ദേഷ്യം സ്ഥാനം പിടിച്ചപ്പോൾ യാമിനി അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പേടി തോന്നി. ശ്രീ. ബദ്രി ശ്രീനാഥിനെ വിളിച്ചപ്പോൾ തന്നെ അവന്തികയുടെ കയ്യിൽ നിന്ന് ബോട്ടിൽ വാങ്ങി യാഷത്തിന്റെ തുടയിലേക്ക് തന്നെ അതിലെ ദ്രാവകം ഒഴിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ യാഷത്തിന്റെ മാംസം കരയുന്ന മണവും അവന്റെ അലർച്ചയും അവിടെ മുഴങ്ങി. ആ നിമിഷം തന്നെ അരവിന്ദന്റെ കാലിൽ അവന്തിക ആഞ്ഞു ചവിട്ടി. യാഷത്തിന്റെയും അരവിന്ദിന്റെയും അവസ്ഥ കാണാൻ കഴിയാതെ യാമിനി കണ്ണുകൾ ഇറുക്കെ പൂട്ടി. ഡാ, നീ ഇത് എന്തു വെള്ള ഒഴിച്ചേ? വേദന സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കിതിൻ്റെ ഇരട്ടി വേദന ഞാൻ നൽകിയിരിക്കും. ആണോ യാഷിത്തെ? നീ ഞങ്ങൾക്ക് തരൂ ഇതിൻ്റെ ഇരട്ടി വേദന. ആദ്യം നീ സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്ക്, എന്നിട്ടുമാ ഞങ്ങൾക്ക് വേദന തരുന്നത്. പിന്നെ നീ ചോദിച്ചില്ലേ നിന്റെയും അവൻ്റെയും കാലിൽ എന്താ ഒഴിച്ചത് എന്ന്? ആസിഡാണിടാ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. മനുഷ്യൻ്റെ ദേഹത്ത് വീണാൽ നിങ്ങൾക്കിപ്പോൾ പറ്റിയ പോലെ മാംസം ആ ഭാഗത്തു നിന്നും ഇല്ലാതാകും. ഒരേ സമയം അരവിന്ദനും യാഷത്തിനും നേർക്കൊഴിക്കാൻ നോക്കിയപ്പോഴും വീണ്ടും ആ വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും രണ്ടുപേരും ഒരുപോലെ തന്നെ നോ എന്ന് പറഞ്ഞുപോയി. ശ്രീ, മതിയിട, പാവല്ല ഇവർ. എന്തോരം നേരം എന്ന വെച്ച വേദന സഹിക്കുന്നേ. അത് ജീവ പറഞ്ഞത് കറക്റ്റാ. എന്നാൽ ഇവർക്ക് എല്ലാത്തിനും കൂടിയുള്ള ശിക്ഷകൾ കൊടുക്കാം. അവിനാഷിന്റെ അഭിപ്രായത്തോടെ എല്ലാവരും യോജിച്ചപ്പോൾ തന്നെ ബാലയും ബദ്രിയും വലിയ 2 ബക്കറ്റ് മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ല അരവിന്ദ്, പിന്നെ നിന്നെ വിശ്വസിച്ചതിൻ്റെ പേരിൽ എൻ്റെ ലൈഫും. അപ്പം പിന്നെ ഞാൻ തന്നെ ആദ്യം ശിക്ഷ വിധിക്കാം, അതല്ലേ അതിൻ്റെ ശരി? അരവിന്ദിനെ നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞ ശേഷം ബാല കൊണ്ടുവന്ന ബക്കറ്റിൽ നിന്നും ശർക്കര പാനിയെടുത്ത് അരവിൻ്റെ ദേഹത്തേക്ക് മുഴുവൻ ഒഴിച്ചു. ചാരു ആശത്തിൻ്റെ ദേഹത്തും അടുത്ത ബക്കറ്റിലെ ശർക്കര പാനി മുഴുവൻ ഒഴിച്ചു. എൻ്റെ ചേച്ചിയെ നീ കൊന്നില്ലേ? പിന്നെ ജഗൻ ചേട്ടനെ, പിന്നെ നിന്റെ കൈയാൽ മരണപ്പെട്ട കുറേ പെൺകുട്ടികൾ, അവരോടൊക്കെ നീ ചെയ്ത ക്രൂരത ശിക്ഷയാണ് യാഷിത് നീ ഇനി അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേ? നീ ഒരു മൂവി കണ്ടിട്ടില്ലേ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞൊരു മൂവി? അതിലെ വില്ലൻ സംഭവിക്കാൻ പോകുന്നത് തന്നെയാ നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നേ. നിങ്ങളുടെ ദേഹത്തുള്ള ശർക്കരയുടെ മണം കേട്ട് ഉറുമ്പുകൾ വരും, പതിയെ അവർ നിങ്ങളെയും അങ്ങ് ഇല്ലാതാക്കും. നോ പ്ലീസ് ബദ്രി, ഞങ്ങളെ രക്ഷിക്കുക. ഇതുപോലെ എത്ര പേർ നിനക്ക് മുൻപിൽ അപേക്ഷിച്ചിട്ടുണ്ട്, എന്നിട്ട് നീ കേട്ടോ അവരുടെ അപേക്ഷ? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളും കേൾക്കാൻ പോണില്ല. പിന്നെന്തേ, നിന്റെയൊക്കെ മുന്നിൽ നിൽക്കുന്ന യാമിനിയില്ലേ, അവൾക്കും കിട്ടും ശിക്ഷ. തൻ്റെ ചേട്ടൻ്റെയും സുഹൃത്തിൻ്റെയും മരണം കൺമുൻപിൽ കണ്ടുകൊണ്ടുള്ള ശിക്ഷ. അവളുടെ മുന്നിൽ പല ജീവനുകളും പൊഴിഞ്ഞു വീണത് കണ്ട് രസിച്ചവളല്ലേ. കാണട്ടെ സ്വന്തം ചേട്ടൻ്റെ മരണം. ഭ്രാന്താവണം ഇവൾക്ക്. പെണ്ണ് എന്ന നിലയിൽ പെണ്ണിന് തന്നെ ശത്രുവായതിനുള്ള ശിക്ഷ. ആ പരിസരം മുഴുവൻ ശർക്കര വിതറിയിട്ട ശേഷം അവർ മടങ്ങിയത്. വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹാളിലെ ന്യൂസ് ചാനലിൽ യാഷ് ചെയ്ത് കൂട്ടിയ തെറ്റുകൾ നിരത്തുന്ന തിരക്കിലാണ് മീഡിയ. ആ നേരം കൊണ്ട് അവരുടെ പല ബിസിനസ് സ്ഥാപനങ്ങളും ഇൻകം ടാക്സ് റെയ്ഡും മറ്റ് നടപടികളും നേരിട്ടുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം തന്നെ ശ്രീനാഥിൻ്റെയും ആര്യയുടെയും അവന്തികയുടെയും ഫാമിലി ചാരുവിൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. ആര്യയുടെ രക്ഷിതാക്കൾക്ക് മകന്റെ മരണത്തിൽ ദുഃഖം തോന്നിയെങ്കിലും അവന്റെ നീചമായ പ്രവൃത്തികൾക്ക് ഈ ശിക്ഷ തന്നെ വേണമെന്ന ബോധ്യത്തിൽ അവർ ആ സത്യം ഉൾക്കൊണ്ടു. അവിടെ വെച്ച് അവിനാഷിൻ്റെയും ആര്യയുടെയും വിവാഹം തീരുമാനിച്ചതിനോടൊപ്പം തന്നെ അവന്തികയുടെയും ശ്രീനാഥിൻ്റെയും വിവാഹം കൂടി തീരുമാനിച്ചു. സമയം അതിൻ്റെ വേഗതയിൽ തന്നെ നീങ്ങി. അതിനിടയിൽ യാഷത്തിൻ്റെയും അരവിന്ദൻ്റെയും ബോഡിയും അതിനരികിൽ സമനില തെറ്റിയ രീതിയിൽ യാമിനിയെയും കണ്ടെത്തി. യാമിനി അടുത്തുള്ള ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി. അവൾക്ക് കൂട്ടിന് അവളുടെ അമ്മയും. ചാരു, നീ ഇതുവരെ റെഡിയായില്ലേ? മുഹൂർത്തത്തിനുള്ള ടൈമായി.
എൻ്റെ ബദ്രി, ഞാനിപ്പോൾ വരാം, ഇങ്ങനെ ഒച്ച വെക്കല്ലേ. ഞാൻ ലേറ്റ് ആയതിൻ്റെ പേരിൽ കല്യാണം കാണാൻ പറ്റില്ലേലും എനിക്ക് ചോറും കറിയും കിട്ടിയാൽ മതി. ചാരുവിൻ്റെ ഡയലോഗ് കേട്ട് വാതിലും തുറന്ന് അകത്തേക്ക് കയറിയ ബദ്രി കാണുന്നത് കുറേ മുല്ലപ്പൂവും പിടിച്ച് തലയിൽ ചൂടാനായിട്ട് ശ്രമിക്കുന്ന ചാരുവിനെയാണ്. ചാരു, ഭക്ഷണം കഴിക്കാനല്ലേ നീ പോണേ? അതെ, ഇന്നലെ വിളിച്ചപ്പോൾ ആര് പറഞ്ഞതാ 4 കൂട്ടം പായസം ഉണ്ടെന്ന്. അതൊക്കെ അന്വേഷിച്ചല്ലേ? ഫുഡാണ് പ്രധാനം സേട്ടാ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്ക്, 2ാം തരംഗം കോവിഡ് മാമൻ കൂടിയും കുറഞ്ഞു നിൽക്കുന്നു. വാക്സിനാളിൽ കിട്ടാനേ ഇല്ല. കിട്ടുവാണെങ്കിൽ കണ്ണൊന്ന് ചിമ്മുന്ന നേരം കൊണ്ട് അത് പോയി കിട്ടും. അങ്ങനെയുള്ള അവസ്ഥ കല്യാണത്തിൻ്റെ സദ്യ കഴിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് വെച്ചാ. നീ ഒന്നും വെക്കണ്ട, വേഗം വരാൻ നോക്ക്. ബാലയെ കൂടി വിളിച്ചോ. ബദ്രി കാറിൻ്റെ ചാവിയും എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു വിധത്തിൽ പൂവും ചൂടി. ബാലയെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് രണ്ടും കൂടെ കാറിൻ്റെ ബാക്കിൽ കയറിയിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ അവർ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി. ബദ്രി, ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുക, സൂക്ഷിച്ചു പൊയ്ക്കോ. റൂമിൻ്റെ വാതിൽ തുറന്നു വരുന്ന ബാലയെയും ചാരുവിനെയും കണ്ടപ്പോൾ തന്നെ ആരെയും അവന്തികയും വേഗം എഴുന്നേറ്റു. നിങ്ങളിരിക്കു പിള്ളേരെ, ഇത്രയും ബഹുമാനമൊന്നും വേണ്ട അല്ലേ നാത്തൂനെ? ബഹുമാനം കൊണ്ടല്ല ചാരു, ടെൻഷൻ കാരണമാ. 2 ജഗ് വെള്ളം കുടിച്ചു, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. എനിക്കും തോന്നി അങ്ങനെ ആവുമെന്നല്ലേ. അതെ ചാരു, നമ്മളിവർ പറ്റിച്ചതല്ല, പ്രാങ്ക് ചെയ്തു എന്ന് പറ. അത് തന്നെ. സ്വന്തമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്ന ചാരുവിനെയും ബാലയെയും നോക്കി ആരെയും അവന്തികയും വേഗം ബാത്റൂമിലേക്ക് നടന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ബാല ഇരുന്ന് ഒടുക്കത്തെ കരച്ചിൽ. ചാരു അവളെ നോക്കി മേക്കപ്പ് പോയത് ശരിയാക്കുന്ന തിരക്കിലും. ചാരു, ബാല, എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? കുറച്ചു നേരം മുൻപ് വരെ ചിരിക്കുമായിരുന്നല്ലോ. ബാലയെ തന്നെ നോക്കിക്കൊണ്ടുള്ള അവന്തിയുടെ ചോദ്യം കണ്ണാടിയിലൂടെ കണ്ടപ്പോൾ ചാരു ഒന്ന് ബാലയെ നോക്കിക്കൊണ്ട് മേക്കപ്പ് നിർത്തി ആരെയും അവന്തികയെയും നോക്കിക്കൊണ്ട് ബാലയെ ചേർത്ത് പിടിച്ചു. എൻ്റെ ചേച്ചിക്കുട്ടിയുടെ വയറ്റിലെ ബേബി കാരണം വരുന്നതായി ഇങ്ങനെ. ഹോർമോൺ ചേഞ്ച് കാരണം മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ ചേച്ചിക്കുട്ടി? ബാലയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ഒരു മുത്തം നൽകി. ചാരുമോളെ, വാവനങ്ങി. സന്തോഷത്തോടെയുള്ള ബാലയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മൂവരും ബാലയുടെ വലുതായി വയറിൽ കൈകൾ ചേർത്തു. അവർക്കും അറിയാൻ കഴിഞ്ഞു കുഞ്ഞിൻ്റെ അനക്കം. ആ സമയം തന്നെയാണ് മുഹൂർത്തമായെന്ന് പറഞ്ഞ അമ്മമാരകത്തേക്ക് വന്നതും ആരെയും അവന്തിയെയും മുൻപിൽ നടന്നു. എല്ലാവർക്കും പുറകിലായി ബാലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചാരുവും. സ്റ്റെപ്പ് കയറുന്ന ബാലയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ജീവയും ബദ്രിയും എല്ലാം മുൻനിരയിൽ തന്നെ ഇരുന്ന് കല്യാണം കൂടി. തിരിച്ചുള്ള യാത്രയിൽ ബാലയും ജീവയും അവരുടെ വീട്ടിലിറങ്ങിയപ്പോൾ കാറിൽ ബദ്രിയും ചാരുവും മാത്രമായി. വീട്ടിലേക്കുള്ള വഴിയിൽ കൂടെ അല്ലാതെ കാറ് സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ ചാരു ബദ്രിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ബദ്രി, നമ്മളിത് എവിടെ പോകുക? നിന്നെ കൊണ്ട് കളയാന്. എന്നെയോ? എന്നെ കൊണ്ട് കളഞ്ഞാലേ ഞാൻ കേസ് കൊടുക്കും. കേസോ? നീയോ കൊടുക്കുമെന്നോ? ഞാൻ തന്നെ. എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ മഹാമോശമാണ്, എപ്പോഴും ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നു. നിന്റെ ഓരോ പൊട്ടത്തരത്തിനല്ലേ ഞാൻ ചീത്ത പറയാറ്. നിങ്ങൾ ചീത്ത പറയുമ്പോഴല്ലേ മനുഷ്യ ഞാൻ ഓരോ വട്ട് പറയുന്നേ. ഒന്ന് മിണ്ടാതിരുന്നേ, മനുഷ്യനെ വട്ട് പിടിപ്പിക്കാൻ. അതേ ബദ്രി, വട്ടിനെ പിടിക്കാൻ പറ്റൂല, അത് തന്നെ വന്നോളും. നിങ്ങൾക്ക് പിന്നെ വട്ട് ഓൾറെഡി ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. ചാരു, എന്തോ? ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഐ ലവ് യു ചാരു. വെഡ്ഡിങ് ആനിവേഴ്സറിയോ? അതും നമ്മുടെ? അതേടി, കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നാലും എൻ്റെ ബദ്രി, ഞാനിത് മറന്നുപോയല്ലോ. അത് സാരല്ല, ഞാൻ ഓർമ്മിപ്പിച്ചില്ലേ, അത് മതി. ഇനി എന്നെ വിഷ് ചെയ്യുക. അവളുടെ വിഷ് പ്രതീക്ഷിച്ചുകൊണ്ട് അവളെ നോക്കിയപ്പോൾ അവൾ ഫോണെടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന തിരക്കിലാണ്. എന്നെ നേരിട്ട് വിഷ് ചെയ്യാനുള്ള മടി കൊണ്ട് സ്റ്റാറ്റസ് ഇട്ട് വിഷ് ചെയ്യുക കള്ളി. ചാരു ഫോൺ മാറ്റി ബദ്രിയെ നോക്കി ചിരിച്ചപ്പോൾ തന്നെ ബദ്രി വേഗം ഫോൺ എടുത്ത് നോക്കി. 2ാം ജന്മദിനാശംസകൾ കൊറോണ ബേബി. ഇവള് നന്നായി എന്ന് വിചാരിച്ച എനിക്ക് തെറ്റി. ഇങ്ങനെ നോക്കിയിരിക്കാതെ വണ്ടി എടുക്ക്. എടുക്കാം. ചാരുവിനെ ഒന്ന് നോക്കി ബദ്രി കാറ് മുന്നോട്ടെടുത്തു. അതുപോലെ അവരുടെ ലൈഫ് മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടേയിരുന്നു.